ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം ഒന്നുകൂടെ പറഞ്ഞ ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് വേവ് ഇക്വേഷൻ യൂസിങ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ. ഓക്കെ, എന്താണ് വേവ് ഇക്വേഷൻ? വേവ് ഇക്വേഷൻ ഈസ് ഡോ സ്ക്വയർ y ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ y ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതിനാണ് നമ്മൾ എന്താ പറയുക? വേവ് ഇക്വേഷൻ എന്ന് പറയും. Okay, wave equation. Dou square y by dou t square equal to a square into dou square y by wave equation. Solution എന്താണ്? Solution a cos lambda x y of x comma t equal to നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സോൾവ് ചെയ്താണ് a cos lambda x plus b sin lambda x into c cos a lambda t plus d sin a lambda t. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ. എന്താണ്? y of x comma t equal to a cos lambda x plus b sin lambda x into വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കുക. c cos a lambda t plus d sin a lambda t. ഓക്കെ, ഇതാണ് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ യൂസിങ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്, അല്ലെങ്കിൽ ഡി അലംബേർട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഓക്കെ, ഡി അലംബേർട്ട് സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ. y ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു എ കോസ് ലാംഡ എക്സ് പ്ലസ് ബി സൈൻ ലാംഡ എക്സ് ഇൻറ്റു സി കോസ് എ ലാംഡ ടി പ്ലസ് ഡി സൈൻ എ ലാംഡ ടി. ഓക്കെ, ഇതാണ് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, ഇതാണ് എക്സ് ഓഫ് എക്സ്, ഇതാണ് ടി ഓഫ് ടി. നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്ത് നമ്മൾ ഫൈൻഡ് ചെയ്ത സൊല്യൂഷൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ആണ്. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രോബ്ലംസ് എല്ലാം. ഈ പ്രോബ്ലംസ് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. അപ്പോൾ ഇതങ്ങനെ ഇങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് മെത്തേഡ് മാത്രം ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതാം. എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്താണ്? എ ടൈറ്റ്ലി stretched string with fixed endpoints x equal to 0 and x equal to L is initially in a position given by y equal to y naught into sine cube of pi x by L. If it is released from rest from this position, find the displacement y of x comma t in terms of Fourier coefficients of f of x. Fourier coefficients of f of x. അതൊരു ടൈറ്റ്ലി സ്ട്രെച്ച്ഡ് സ്ട്രിങ് വിത്ത് ഫിക്സഡ് എൻഡ് പോയിന്റ്സ് x equal to 0 and x equal to L. നമുക്കറിയാം ഒരു സ്ട്രിങ് ഒരു പോയിന്റിൽ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. 0 ആണ് ഒരു പോയിന്റ്, മറ്റേ പോയിന്റ് L ആണ്. ഓക്കെ,
ഇതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, അല്ലാതെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഗിവൻ ഇനീഷ്യലി ഇൻ എ പൊസിഷൻ, അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു y0 ഇൻറ്റു സൈൻ ക്യൂബ്. ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ t 0 ആകുമ്പോഴുള്ള പൊസിഷൻ, പൊസിഷൻ എത്രയാണ്? y0 ഇൻറ്റു സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ, y0 ഇൻറ്റു സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ. അതായത് y ഓഫ് എക്സ് കോമ ടി ആണ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഓഫ് എക്സ് കോമ ടി ആണ്. അവിടെ ടിക്ക് 0 കൊടുത്താൽ y എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? y0 ഇൻറ്റു സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ ആയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ ആ സ്ട്രെച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങും. വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന് കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് y ഓഫ് എക്സ് കോമ ടി ആണ്. വിത്ത് റെസ്പെക്ട് ടു ടൈമും വിത്ത് റെസ്പെക്ട് ടു എല്ലിനും അനുസരിച്ച് ആ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ചെയ്യാനുള്ള മെത്തേഡ് എല്ലാ പ്രോബ്ലത്തിനും ഒരേ മെത്തേഡ് തന്നെയാണ്. അപ്പൊ നമ്മളൊന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് വേവ് ഇക്വേഷൻ അറിയാം. വി ഹാവ് വേവ് ഇക്വേഷൻ സൊല്യൂഷൻ. വി ഹാവ് വേവ് ഇക്വേഷൻ ഓഫ് ദി ഗിവൻ പ്രോബ്ലം ഈസ്, തന്നിരിക്കുന്ന പ്രോബ്ലത്തിലെ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. Okay, dou square y by dou t square equal to dou a square into dou square y by dou x square. ഇനി നമ്മൾക്ക് എപ്പോഴും നമുക്കൊരു പി ഡിയോ ഒ ഡിയോ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ബൗണ്ടറി കണ്ടീഷൻസ് വേണം. നമുക്ക് എന്ത് വേണം? ബൗണ്ടറി കണ്ടീഷനും ഇനീഷ്യൽ കണ്ടീഷൻസും രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ, ഏതെങ്കിലും സെറ്റ് ഒന്നില്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് തരണം അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് തരണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടൈപ്പ് വേവ് ഇക്വേഷന്റെ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ബൗണ്ടറി കണ്ടീഷൻസ് എഴുതുന്നത് എന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ബൗണ്ടറി കണ്ടീഷൻ എ ആണ് ബൗണ്ടറി കണ്ടീഷൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? സീറോയില് എക്സ് 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എക്സ് 0 ആവുക എന്ന് പറഞ്ഞാൽ വേവ് തുടങ്ങിയിട്ടില്ല, വേവ് എന്ത് ചെയ്തിട്ടില്ല? തുടങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോ വേവ് തുടങ്ങാത്ത സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. വേവ് തുടങ്ങിയാലേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ വേവ് തുടങ്ങാത്ത സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. അപ്പൊ സ്ട്രിങ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, എപ്പോഴെല്ലാം സ്ട്രിങ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോഴെല്ലാം ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ y ഓഫ് 0t ഈക്വൽ ടു 0 ഫോർ ഓൾ ടി. ടിക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും, വാട്ട് എവർ ബി ദ ടൈം, നമ്മൾ ടൈം ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നോട്ടെ, പക്ഷെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, അതായത് സ്ട്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതായത് എക്സ്, ഇതാണ് നമ്മുടെ എക്സ് വാല്യൂ 0, ഇതാണ് എല്. അപ്പൊ സ്ട്രിങ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ, സ്ട്രിങ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോ 0-ലായ വാട്ട് എവർ ബി ദ ടൈം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ എക്സ് 0 ആയാലും എക്സ് എൽ ആയാലും ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ y ഓഫ് എൽ കോമ ടി ഈസ് ആൾസോ 0 ഫോർ ഓൾ ടി. അപ്പൊ സ്ട്രെച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രിങ്ങിന് എപ്പോഴും ഏത് പ്രോബ്ലത്തിലും y ഓഫ് 0t എന്തായിട്ട് എടുക്കണം? 0 ആയിരിക്കണം ഫോർ ഓൾ ടി. y ഓഫ് എൽ ടിയും എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം ഫോർ ഓൾ ടി. മൂന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. എക്സിന്റെ ഇത് ഒന്ന് 0 ഒന്ന് എൽ. ഒരു ബൗണ്ടറി 0 ആണ് എക്സിന്റെ, ഒരു ബൗണ്ടറി എൽ ആണ്. നെക്സ്റ്റ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം. ഡോ വൈ ബൈ ഡോ ടി ടൈമിന്റെ വേരിയേഷൻ ആണ്. ഡോ വൈ ബൈ ഡോ ടി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. എപ്പോ? വെൻ ടി ഈക്വൽ ടു 0, അതായത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഡോ വൈ ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. വാട്ട് ഈസ് ദ റീസൺ? ടി 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടി 0 ആവുക എന്ന് പറഞ്ഞാൽ ടൈം 0 ആവാണ്, അതായത് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ആ സമയത്ത് എപ്പോഴും ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാരണം ഈ ഇനീഷ്യലി ഇൻ എ പൊസിഷൻ y0 ഈക്വൽ ടു ഒരു പൊസിഷൻ തന്നിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം ദി റെസ്റ്റ് ഫ്രം ദിസ് പൊസിഷൻ. അപ്പൊ റെസ്റ്റിൽ നിന്ന് റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും?
സീറോ ആയിരിക്കും. ക്വസ്റ്റ്യനിൽ ഫ്രം ദി റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിട്ട് എടുക്കണം? സീറോ ആയിട്ട് എടുക്കണം. നാലാമത്തെ കണ്ടീഷൻ y of x, 0. y of x, 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ആ സ്ട്രിങ്ങിന്റെ പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? അത് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? ഇനീഷ്യലി ഇൻ എ പൊസിഷൻ എന്ന് പറഞ്ഞാൽ y0 ഇൻറ്റു സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ. അത് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ പൊസിഷൻ തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കും. എപ്പോ ഇനീഷ്യൽ പൊസിഷനിൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കും. ഓക്കെ, ഇനീഷ്യലി സ്ട്രിങ്ങിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് y0 ഇൻറ്റു സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ ആണ്. ഇത്രയാണ് ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ ഏത് വേവ് ഇക്വേഷന്റെ ഏത് പ്രോബ്ലം എടുത്താലും ഫ്രം ദി റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ വൈ ബൈ ഡോ ടി സീറോ ആയിട്ട് എടുക്കണം. ഫ്രം സ്ട്രെച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രിങ് ആണെങ്കിൽ y ഓഫ് സീറോ ടിയും സീറോ ആയിരിക്കും, y ഓഫ് എൽ ടിയും സീറോ ആയിരിക്കും. പിന്നെ തന്നിട്ടുണ്ടാവും ഇനീഷ്യൽ പൊസിഷൻ എത്രയാണ് തന്നിട്ടുണ്ടാവും. അതൊരു ഫംഗ്ഷൻ ആയിരിക്കും എപ്പോഴും ഇൻ ടേംസ് ഓഫ് എക്സ്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 14 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു 3 മാർക്ക് 4 മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ബൗണ്ടറി കണ്ടീഷനും ഓരോ മാർക്ക് കിട്ടും. അപ്പൊ വേവ് ഇക്വേഷൻ എഴുതുക, ബൗണ്ടറി കണ്ടീഷൻസ് എഴുതുക. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ജനറൽ സൊല്യൂഷൻ നമുക്കറിയാം. ഓക്കെ, ജനറൽ സൊല്യൂഷൻ എഴുതുക. ജനറൽ സൊല്യൂഷൻ of the wave equation is of the form the solution of the wave equation is of the form ഏത് ഫോം ആയിരിക്കും? y of x, t equal to a cos lambda x നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലസ് b sin lambda x ഇൻറ്റു, ഇതാണ് x of x, ഇൻറ്റു മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചാണ് c cos a lambda t പ്ലസ് d sin a lambda t. ഇതാണ് സൊല്യൂഷൻ ഓഫ് ദി വേവ് ഇക്വേഷൻ. ഓക്കെ, സൊല്യൂഷൻ ഓഫ് ദി വേവ് ഇക്വേഷൻ ഓക്കെ, അപ്പൊ a cos lambda x പ്ലസ് b sin lambda x ഇൻറ്റു c cos a lambda t പ്ലസ് d sin a lambda t. ഇതാണ് സൊല്യൂഷൻ ഓഫ് ദി വേവ് ഇക്വേഷൻ. ഇനി നമ്മൾ a b c d എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. ഓക്കെ, നമ്മുടെ എയിം അതാണ്. a b c d ലാംഡ ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ആൻസർ ആയി. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്യുക. വി ഹാവ് y of 0, t equal to 0 for all t. y of 0, t equal to 0 for all t. Okay, y of 0, t equal to 0 for all t. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ എക്സിന് 0 കൊടുക്കുക. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? y of 0, t equal to എക്സിന് 0 കൊടുക്കുമ്പോ a cos 0 1 ആണ് അല്ലെ? a ഇൻറ്റു cos 0 പ്ലസ് b ഇൻറ്റു sin 0 ഇൻറ്റു c cos a lambda t പ്ലസ് d sin a lambda t. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 0 for all t. This is equal to 0 for all t. അപ്പൊ a cos 0 എന്ന് പറഞ്ഞാൽ a ഇൻറ്റു c cos a lambda t പ്ലസ് d sin a lambda t equal to 0 for all t. Equal to 0 for all t. Okay, so that implies എല്ലാ ടിക്കും
ടിക്ക് ഏത് വാല്യൂ കൊടുത്താലും എ ഇൻറ്റു സി കോസ് എ ലാംഡ ടി പ്ലസ് ഡി സൈൻ എ ലാംഡ ടി 0 ആണ്. ടിക്ക് ഏത് വാല്യൂ കൊടുത്താലും എ ഇൻറ്റു സി കോസ് എ ലാംഡ ടി പ്ലസ് ഡി സൈൻ എ ലാംഡ ടി എന്താണ് 0 ആണ്. അതിന്റെ അർത്ഥം എന്താ? വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ ടു 0. എ ഈക്വൽ ടു 0. ഇതിന്റെ അർത്ഥം എ എന്താണ്? 0. എ 0. ഓക്കെ. അതായത് ടിക്ക് ഏത് വാല്യൂ കൊടുത്താലും ഈ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ എ എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. മനസ്സിലായോ? ടിക്ക് ഏത് വാല്യൂ കൊടുത്താലും ഇത് 0 ആണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു ടിക്ക് ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഫോർ ഓൾ ടി എ ഇൻറ്റു സി കോസ് എ ലാംഡ ടി പ്ലസ് ഡി സൈൻ എ ലാംഡ ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എ ഈക്വൽ ടു 0 എന്നാണ്. എ ഈക്വൽ ടു 0. ഓക്കെ. നെക്സ്റ്റ് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? y ഓഫ് L, t equal to 0 for all t. Second boundary condition. Second boundary condition. ഇത് first boundary condition. Okay, second boundary condition. Okay, അപ്പോൾ അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സിന് സ്ഥാനത്ത് എൽ കൊടുക്കുക. എക്സിന് സ്ഥാനത്ത് എൽ കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുക, അപ്പൊ എക്സിന് സ്ഥാനത്ത് എൽ കൊടുക്കുന്നത് ഏതിന് കൊടുക്കണം? എ 0 ആയി പോയി. എ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ആദ്യത്തെ കണ്ടീഷനിൽ നിന്ന് എ 0 ആയി. അപ്പൊ ഇവിടെ എ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു കോസ് ലാംഡ എക്സ്, അല്ല അത് 0 ആയി പോയി. അപ്പം ഓക്കെ. അപ്പൊ എ 0 ആയി കഴിഞ്ഞാൽ ബി സൈൻ ലാംഡ എക്സ് ഇൻറ്റു സി കോസ് എ ലാംഡ ടി പ്ലസ് ഡി സൈൻ എ ലാംഡ ടി. ഓക്കെ. ഇനി ഇതിൽ സെക്കൻഡ് അപ്ലൈ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ ഓൺ ദിസ്. അപ്ലൈ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. അപ്ലൈ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന് സ്ഥാനത്ത് എൽ ആവും. അപ്പൊ y ഓഫ് എൽ കോമ ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി ആണ്. y ഓഫ് എൽ കോമ ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ നമുക്ക് ഓക്കെ, ഇവിടെ എക്സിന് സ്ഥാനത്ത് എൽ കൊടുക്കും. അപ്പൊ ബി സൈൻ ലാംഡ എൽ ഇൻറ്റു സി കോസ് എ ലാംഡ ടി പ്ലസ് ഡി സൈൻ എ ലാംഡ ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി. ഈക്വൽ ടു 0 ഫോർ ഓൾ ടി. ഇതിന്റെ അർത്ഥം എല്ലാ ടിക്കും ഈ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ദിസ് വിൽ ബി 0 അല്ലെ? അപ്പൊ ബി ഇൻറ്റു സൈൻ ലാംഡ എൽ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് b into sin lambda L equal to 0. b into sin lambda equal to 0 എന്ന് പറഞ്ഞാൽ either b equal to 0 or sin lambda L equal to 0. ഒന്നില്ലെങ്കിൽ b 0 ആവണം, അല്ലെങ്കിൽ sin lambda L 0. അപ്പോഴേ പ്രൊഡക്റ്റ് 0 ആവും. Okay, that implies b equal to 0 or lambda L equal to n pi. Sin lambda L 0 ആണെങ്കിൽ lambda L എന്താവണം? n pi ആവണം. That implies lambda equal to n pi by L. Lambda equal to n pi by L. അപ്പൊ b ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ lambda pi by L ആയിരിക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത് a 0 ആയി പോയി. പിന്നെ കിട്ടിയത് എന്താണ്? ബി ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ സൈൻ ലാംഡ ഈക്വൽ ടു എൻ പൈ ബൈ എൽ ആയിരിക്കും. ലാംഡ ഈക്വൽ ടു എൻ പൈ ബൈ എൽ. ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു കണ്ടീഷൻ, ഓക്കെ, ബി ഈക്വൽ ടു 0 അല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു എൻ പൈ ബൈ എൽ. ഇനി ബി 0 എന്ന് വിചാരിക്കാം. ബി ഈക്വൽ ടു 0 സൊല്യൂഷൻ എന്തായിട്ട് മാറും? ബി 0 ആയി കഴിഞ്ഞാൽ y ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്നത് എന്താവും? എ ഓൾറെഡി 0 ആയി. അപ്പൊ 0 ഇൻറ്റു സി കോസ് എ ലാംഡ ടി പ്ലസ് ഡി സൈൻ
ഇവിടെ സി കോസ് ഡി സൈൻ ലാംഡ കിട്ടി. അപ്പൊ എനിവേ 0 ഇൻറ്റു എനിത്തിങ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ y ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു 0. അപ്പൊ അത് ട്രിവിയൽ സൊല്യൂഷൻ ആവും. എന്താവും? ട്രിവിയൽ സൊല്യൂഷൻ ആവും. നമുക്ക് എപ്പോഴും വേണ്ടത് നോൺ ട്രിവിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. ഓക്കെ, y ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ട്രിവിയൽ സൊല്യൂഷൻ ആണ്. അതല്ല നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ബി ഈക്വൽ ടു 0 ഉള്ള ആ കേസ് ഒഴിവാക്കി. ഓക്കെ, അപ്പൊ ആ കേസ് നമ്മൾ ഒഴിവാക്കി. അടുത്തത് ഈ ഓക്കെ, അപ്പൊ y ഓഫ് ഈ ട്രിവിയൽ സൊല്യൂഷൻ ഒഴിവാക്കി നമുക്ക് ബാക്കി ഏതാണ്? ബി ഈക്വൽ ടു 0 അല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു എൻ പൈ ബൈ എൽ ആണ്. അപ്പൊ ബി ഈക്വൽ ടു 0 എന്നുള്ള കേസ് നമ്മൾ ഒഴിവാക്കാണ്. കാരണം ബി ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് കിട്ടുക ട്രിവിയൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലാംഡ ഈക്വൽ ടു എൻ പൈ, ലാംഡ ഈക്വൽ ടു എൻ പൈ ബൈ എൽ, ലാംഡ ഈക്വൽ ടു എൻ പൈ ബൈ എൽ. അപ്പൊ സൊല്യൂഷൻ എന്തായി? y ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു y ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു ബി sin n pi by l x, sin n pi by l x into c into minus a അല്ല c into cos a lambda t അല്ലേ, cos a lambda t. അപ്പൊ c into ഒരു മിനിറ്റ് ഒന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. അപ്പൊ ബി എടുത്തു, ബി ഇൻറ്റു സൈൻ ലാംഡയ്ക്ക് സ്ഥാനത്ത് എന്ത് കൊടുത്തു? എൻ പൈ ബൈ എൽ ആവും. അപ്പൊ സൈൻ ഈ എല്ലും എ എല്ലും ക്യാൻസൽ ആകുമ്പോൾ സൈൻ എൻ പൈ കിട്ടും. അപ്പൊ 0 കിട്ടും. ഓക്കെ, അപ്പൊ 0 കിട്ടും. അപ്പൊ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? എൻ പൈ ബൈ എൽ ആണ്. ലാംഡ ഈക്വൽ ടു എൻ പൈ ബൈ എൽ ആണ്. ലാംഡ ഈക്വൽ ടു എൻ പൈ ബൈ എൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സൈൻ എൻ പൈ ബൈ എൽ എക്സ്, sin n pi by l x into c cos a into n pi by l t plus d sin a into n pi by l t, c into cos n a cos a into n pi by l t plus d into sin a into n pi by l t കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ബിയും സിയും ഡിയും കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് തേർഡ് ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്യുക. തേർഡ് ബൗണ്ടറി കണ്ടീഷൻ പറയുന്നത് ഡോ വൈ ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്നാണ്. ഡോ വൈ ബൈ ഡോ ടി ഈക്വൽ ടു 0. തേർഡ് ബൗണ്ടറി കണ്ടീഷൻ പറയുന്നതാണ് ഡോ വൈ ബൈ ഡോ ടി ഈക്വൽ ടു 0. ഡോ വൈ ബൈ ഡോ ടി ഈക്വൽ ടു 0 എപ്പോ? വെൻ ടി ഈക്വൽ ടു 0. വെൻ ടി ഈക്വൽ ടു 0. തേർഡ് ബൗണ്ടറി കണ്ടീഷൻ. തേർഡ് ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, അപ്പൊ അത് അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്താ കിട്ടുക? y ഓഫ് എക്സ് കോമ ടി, y ഡാഷ് ഓഫ് എക്സ് കോമ ടി അല്ലെങ്കിൽ ഡോ വൈ ബൈ ഡോ ടി എന്ത് കിട്ടും? ഡോ വൈ ബൈ ഡോ ടി, ഡോ വൈ ബൈ ഡോ ടി ഈക്വൽ ടു ഡോ വൈ ബൈ ഡോ ടി ഈക്വൽ ടു b into sin n pi x by l into ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുക. ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് സി ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ ടി ഇൻറ്റു എൻ പൈ ബൈ എൽ പ്ലസ് ഡി ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് കോസ്, കോസ് ഓഫ് എ എൻ പൈ ബൈ എൽ ടി ഇൻറ്റു എ എൻ പൈ ബൈ എൽ. ഓക്കെ, എ എൻ പൈ ബൈ എൽ. ഓക്കെ, ഈ പുട്ട് ടി ഈക്വൽ ടു 0, ടിക്ക് 0 എടുക്കുമ്പോൾ ഇത് 0 ആണെന്ന് നമുക്കറിയാം ബൈ തേർഡ് ബൗണ്ടറി കണ്ടീഷൻ. പുട്ട് ടി ഈക്വൽ ടു 0, ടി ഈക്വൽ ടു 0. അപ്പൊ എന്ത് കിട്ടും? ഡോ വൈ ബൈ ഡോ ടി ഈക്വൽ ടു 0 ഫോർ ടി ഈക്വൽ ടു 0 ഇംപ്ലൈസ് ടിക്ക് 0 എടുക്കുമ്പോൾ ബി ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു ഇത് ടിക്ക് 0 എടുക്കുമ്പോൾ ഇത് 0 ആയി പോവും ഇൻറ്റു കോസ് 0 1 ആവും. അപ്പൊ ഡി ഇൻറ്റു എ എൻ പൈ ബൈ എൽ ഈക്വൽ ടു 0 ഈക്വൽ ടു
0. ബി 0 അല്ല എന്നറിയാം. ബി എന്തല്ല, 0 അല്ല എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, ഡി 0 ആയിരിക്കണം. ഇവിടെ എന്തായേ പറ്റൂ, ഡി 0 ആയേ പറ്റൂ. ഓക്കെ, ബി 0 അല്ല എന്നുള്ള അസ്യൂംഷനിലാണ് നമ്മൾ പോണത്. ബി 0 ആയിരുന്നെങ്കിൽ എല്ലാം 0 ആയി പോയാൽ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടിയേനെ. പക്ഷെ ബി 0 അല്ല, അപ്പൊ വിച്ച് ഇംപ്ലൈസ് സിൻസ് ബി നോട്ട് ഈക്വൽ ടു 0, ഡി ഈക്വൽ ടു 0, ഡി ഈക്വൽ ടു 0. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി, y ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു ഡി 0 ആയി പോയി. അപ്പോൾ ബി സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു സി cos a n pi x by l t, n pi x by l t. ഓക്കെ, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. b sin n pi x by l t b sin n pi x by l t into cos a n pi x by l. ഇവിടെ t ഇല്ല കേട്ടോ, ഇവിടെ t ഇല്ല. sin n pi x by l into cos a n pi x by l t. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. b into, കാരണം എയും ഡി ഒക്കെ എന്തായി പോയി, 0 ആയിട്ട് പോയി. ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ഫോർത്ത് ബൗണ്ടറി കണ്ടീഷൻ. അപ്ലൈ ഫോർത്ത് ബൗണ്ടറി കണ്ടീഷൻ. അപ്ലൈ ഫോർത്ത് ബൗണ്ടറി കണ്ടീഷൻ. അപ്പൊ എന്താ ഫോർത്ത് ബൗണ്ടറി കണ്ടീഷൻ, y ഓഫ് എക്സ് കോമ 0 ഈക്വൽ ടു y ഓഫ് എക്സ് കോമ 0 ഈക്വൽ ടു y നോട്ട് ഇൻറ്റു സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ, സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ. ഓക്കെ, സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ. ഓക്കെ, അപ്പൊ നമുക്കറിയാം സൈൻ ക്യൂബ് തീറ്റ എന്താ, സൈൻ 3 തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 3 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ 3 തീറ്റ ഈക്വൽ ടു എന്ത് വരും, 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. സൈൻ 3 തീറ്റ ഈക്വൽ ടു 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. അപ്പൊ വാട്ട് ഈസ് സൈൻ ക്യൂബ് തീറ്റ, സൈൻ ക്യൂബ് തീറ്റ ഈക്വൽ ടു സൈൻ 3 തീറ്റ, 3 സൈൻ തീറ്റ അല്ലെ, 3 സൈൻ തീറ്റ മൈനസ് 3 സൈൻ തീറ്റ മൈനസ് 3 സൈൻ തീറ്റ മൈനസ് സൈൻ 3 തീറ്റ, 3 സൈൻ തീറ്റ മൈനസ് സൈൻ 3 തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ 4. ഈ 4 താഴേക്കുണ്ട്. അപ്പോൾ ഇതിന്ന് നമുക്ക് എന്തറിയാം, സൈൻ ക്യൂബ് തീറ്റ എന്താണെന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ y നോട്ട് ഇൻറ്റു 3 സൈൻ പൈ എക്സ് ബൈ എൽ മൈനസ് സൈൻ ഇൻറ്റു ഇവിടെ 4 ഉണ്ട്, y നോട്ട് ബൈ 4 ഇൻറ്റു സൈൻ 3 പൈ എക്സ് ബൈ എൽ. ഓക്കെ, പൈ എക്സ് ബൈ എൽ. ഓക്കെ, ഇത് എന്തിനോട് ഈക്വൽ ആണ്, ഇവിടെ ടിക്ക് 0 കൊടുക്കുക, ഇവിടെ ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ഇത് ടിക്ക് 0 കൊടുക്കുമ്പോൾ ബി ഈക്വൽ ടു സൈൻ, ഇവിടെ ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇത് 1 ആയിട്ട് മാറും. അപ്പൊ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആവും, സൈൻ എൻ പൈ എക്സ് ബൈ എൽ, സൈൻ എൻ പൈ എക്സ് ബൈ എൽ. അപ്പൊ ഇവിടെ നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടും, ഇവിടെ ഉള്ള ടേംസ് നോക്കുക അല്ലെ. ഇവിടെ സൈൻ ഇപ്പൊ ബി സൈൻ എൻ പൈ എക്സ് ബൈ എല്ലിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഇത് കൊടുക്കാം, 3 സൈൻ എൻ പൈ എക്സ് ബൈ എൽ മൈനസ് സൈൻ 3 പൈ എക്സ് ബൈ എല്ലിന് കൊടുക്കാം. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക y ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു y ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു
y of x comma t equal to ഈ സാധനത്തിന് പകരം y0/4 into 3 sin pi x by L minus sin 3 pi x by L sin 3 pi x by L y0/4 ഉണ്ട് അല്ലേ, ഒരു ബ്രാക്കറ്റ് ഇടും y0/4. ഓക്കെ, ഇൻറ്റു cos ഇവിടെ n-ന് ആദ്യം 1 കൊടുക്കണം. ഇവിടെ n-ന് 1 ആണ്, അപ്പൊ ഇവിടെ n-ന് 1 കൊടുക്കുക. അപ്പൊ cos a pi x by L cos pi x by L pi x by x ഇല്ല, pi cos pi ഇവിടെ x ഇല്ലല്ലോ. ഓക്കെ, ഇവിടെ x ഇല്ല, t. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അപ്പൊ ആൻസർ ആയി, വേറെ ഒന്നുമില്ല. ഇത് ഇവിടെ ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈനൽ ആൻസർ ചെയ്താം. ഫൈനൽ ആൻസർ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ ഫോർത്ത് ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തു, പിന്നെ സൈൻ ക്യൂബ് തീറ്റയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്തു, എന്നിട്ട് ഫൈനൽ ആൻസർ എഴുതിയ y0/4 into b sin pi x by L minus sin 3 pi x by L. ഓക്കെ, ഇൻറ്റു എന്ത് വരും, കോസിന്റെ ആദ്യത്തെ n-ന് എന്ത് കൊടുക്കണം, ഇവിടെ n-ന് ആദ്യത്തേല് 1 ആണ്, രണ്ടാമത്തേല് 3 ആണ്. അപ്പൊ കോസ് pi a by t pi a by 4t pi a by 4t ഇൻറ്റു പ്ലസ് കോസ് അടുത്ത n-ന് 3 കൊടുക്കണം അല്ലെ, n-ന് 3 കൊടുക്കുമ്പോൾ കോസ് 3 pi a t by 4. ഇതാണ് ആൻസർ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്നുമില്ല, ഫോർത്ത് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഫോർത്ത് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് b sin n pi x by L ആണ് നമ്മുടെ കോൺസ്റ്റന്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരാം, b into c ഇല്ലേ സാറേ, ഒരു c മിസ്സിംഗ് അല്ലേ എന്ന് ചോദിക്കാം. അപ്പൊ c മിസ്സിംഗ് അല്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി, b into c എന്നുള്ളത് ഒരു പുതിയ കോൺസ്റ്റന്റ് ആക്കിയാൽ മതി. b into c എന്ന് പറയുന്നത് സം a n എന്നാക്കുക, കാരണം n-നെ ഡിപ്പെൻഡ് ചെയ്യും, a n എന്നാക്കാം. ഓക്കെ, അപ്പോ a n കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് a n കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരിക. ഒരു പ്രോബ്ലം ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ, നാളെ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറും. ഓക്കെ.